ഇതിന്റെയൊക്കെ തുടക്കം ഇല്ലീഗൽ സ്ട്രീറ്റ് റേസേഴ്സിന് പോലീസ് തന്നെ മുൻകൈയെടുത്ത് ഒരു ഗ്രൗണ്ട് സെറ്റാക്കി കൊടുത്തത് മുതലാണ്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് യുവാക്കളൊക്കെ നാട്ടിൽ തിരിച്ചെത്തി. അവരുടെ കയ്യിൽ ആവശ്യത്തിന് പണവും യുദ്ധത്തിൽ ബാക്കി വന്ന കുറെ പഴയ കാറുകളും. ഇവരിൽ അധിക പേർക്കും എഞ്ചിൻ മോഡിഫിക്കേഷനും ട്യൂണിങ്ങും ആയിരുന്നു മിലിറ്ററിയിൽ മെയിൻ പണി. യുദ്ധം കഴിഞ്ഞ് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ ഈ പഴയ കാറുകളൊക്കെ എടുത്ത് മോഡിഫൈ ചെയ്യാൻ തുടങ്ങി. ആര് മോഡിഫൈ ചെയ്തതിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡ്, ഏറ്റവും കൂടുതൽ ശബ്ദം എന്ന് ടെസ്റ്റ് ചെയ്യാൻ റേസിംഗ് വരെ തുടങ്ങിയവർ. ചിലര് ഒഴിഞ്ഞ ഗ്രൗണ്ടിലേക്കൊക്കെ പോയപ്പോൾ അധിക പേരും പബ്ലിക് റോഡാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ആളപായങ്ങൾ കൂടി അവരുടെ സുഹൃത്തുക്കൾ വരെ ആക്സിഡന്റുകളിൽ മരിക്കാൻ തുടങ്ങി. അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ റേസേഴ്സിന്റെ ക്ലബ്ബുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഇനി മേല നിങ്ങൾ റേസ് ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം അവിടെ അടുത്തുള്ള ഒരു ഗ്രൗണ്ട് ഇവർക്ക് ട്രാക്ക് നിർമ്മിക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തു. അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രാക്ക് സെറ്റാക്കി വീക്കെൻഡുകളിൽ 200ഓളം കാറുകളാണ് മത്സരിച്ചു തുടങ്ങിയത്. ചിലരൊക്കെ സ്റ്റോക്ക് കാറുകൾ മോഡിഫൈ ചെയ്തതാണെങ്കിൽ മറ്റു ചിലര് അതിനായിട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെഷീൻ തന്നെ നിർമ്മിച്ചു തുടങ്ങി. അതിൽ 2 വീലേഴ്സ് ഉണ്ട്, 4 വീലേഴ്സ് ഉണ്ട്, ഫണ്ണി കാർസ് ഉണ്ട്, പിന്നെ ഷേപ്പ് പോലും അറിയാത്ത കുറെ കാറുകളുണ്ട്. വാലി പാർക്സ് വന്ന് നാഷണൽ ഹോട്ട് റോഡ് അസോസിയേഷൻ ഫോം ചെയ്ത് ഈ മത്സരങ്ങളും കാറ്റഗറി എല്ലാം ക്രമീകരിച്ചു. എല്ലാത്തിനും സ്റ്റാൻഡേർഡ് റൂൾസും സേഫ്റ്റി ഗൈഡ് ലൈൻസും സെറ്റ് ചെയ്തു. എന്നിട്ട് ഇത് അമേരിക്ക ഒട്ടാകെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കാറുകളെല്ലാം പല പല സിറ്റികളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ വരെ തുടങ്ങി. അങ്ങനെ 1955 ആദ്യത്തെ നാഷണൽ ഇവന്റ് നടക്കുകയാണ്. ആ ഇവന്റിൽ രാജ്യത്തെ ബെസ്റ്റ് 200 റേസേഴ്സാണ് പങ്കെടുത്തത്. അങ്ങനെ ആളക്കൊല്ലിയായിരുന്ന ഒരു റേസിംഗ് മത്സരം ഈ ഒരു ലെവൽ പ്രൊഫഷണലും എഞ്ചിനീയറിംഗ് മികവോടുകൂടിയുള്ള ഒരു ഇവന്റ് ആക്കി മാറ്റി. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് സ്പോർട്സ് സ്റ്റോറീസിന് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോളി.